ബിന്ദു വിൻസെൻ്റ്, സദസ്സിലിരിക്കുന്ന ഇടവക അംഗങ്ങളെ, കൊച്ചുമക്കളെ, സുഹൃത്തുക്കളെ, ഇന്നിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ തന്നെ സ്വാഗത പ്രാസംഗികൻ ബഹുമാനപ്പെട്ട അച്ഛൻ ഇതിനകം തന്നെ ഇവിടെ പറയുകയുണ്ടായി. ഇന്ന് നമ്മളുടെ ഏറ്റവും ഒരു വലിയ ദിനമായിട്ടാണ് നമ്മൾ കാണുക. അതിൻ്റെ ഭാഗമായിട്ട് അന്നിൽ അർപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ റിപ്പോർട്ട് വായന നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടും അനുവാദത്തോടും കൂടി ഞാനിവിടെ റിപ്പോർട്ട് ചെയ്യുകയാണ്, അഥവാ വായിക്കുകയാണ്. കുടുംബസമ്മേളന കേന്ദ്ര സമിതി വാർഷിക റിപ്പോർട്ട്. 1760 സ്ഥാപിതമായ എടത്തിരുത്തി ഇടവക സമൂഹത്തിൻ്റെ ആത്മീയവും സാമൂഹികവുമായ വളർച്ചയിൽ കുടുംബ യൂണിറ്റുകൾ വഹിക്കുന്ന പങ്ക് നിസ്തുലമാണ്. 14 കുടുംബ യൂണിറ്റുകളിലായി 585 കുടുംബാംഗങ്ങളാണ് ഇടവകയിലുള്ളത്. ഇടവകയിൽ പ്രവർത്തിക്കുന്ന യൂണിറ്റുകളുടെ പേരുകൾ താഴെ ചേർക്കുന്നു. സെൻറ്റ് മേരീസ്, സെൻറ്റ് അസീസി, സെൻറ്റ് സെബാസ്റ്റ്യൻ, തിരുഹൃദയം, തിരുക്കുടുംബം, മദർ തെരേസ, സെൻറ്റ് ആൻ്റണീസ്, സ്വർഗാരോപിത മാത, സ്നേഹദീപം, നിത്യസഹായമാത, സെൻറ്റ് തോമസ്, കർമ്മലനാഥ, സെൻറ്റ് ജോസഫ്, സെൻറ്റ് വിൻസെൻ്റ് പോൾ, വിശുദ്ധ കൊച്ചു ത്രേസ്യ. കുടുംബസമ്മേളന ഭാരവാഹികളുടെ സേവനവും കുടുംബങ്ങൾ തമ്മിലുള്ള കൂട്ടായ്മ. മാസത്തിലൊരിക്കൽ കുടുംബ കൂട്ടായ്മകൾ നടത്തുന്നു. ബൈബിൾ ക്വിസ്, ഉന്നത വിജയികൾക്ക് പ്രോത്സാഹന സമ്മാനങ്ങൾ നൽകുക, ജന്മദിനാഘോഷം തുടങ്ങിയവയിലൂടെ കുട്ടികളുടെ സാന്നിധ്യം സമ്മേളനങ്ങളിൽ വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നു. യൂണിറ്റ് അംഗങ്ങളിൽ ആരെങ്കിലും മരിച്ചാൽ മൃതസംസ്കാര ശുശ്രൂഷകളിൽ പങ്കെടുത്ത് റീത്ത് സമർപ്പിക്കുകയും അന്ന് സായാഹ്നത്തിൽ ബഹുമാനപ്പെട്ട വൈദികരുടെ സാന്നിധ്യത്തിൽ ആ ഭവനത്തിലെ കുടുംബ പ്രാർത്ഥനയിൽ പങ്കുചേരുന്നു. രോഗികളെയും സാമ്പത്തിക പരാധീനതകൾ അനുഭവിക്കുന്നവരുടെ കുടുംബങ്ങളെയും വ്യക്തികളെയും സന്ദർശിച്ച് ആശ്വസിപ്പിക്കാനും സാമ്പത്തികമായി സഹായിക്കാനും ശ്രദ്ധിക്കുന്നുണ്ട്. ഓണം, ക്രിസ്മസ് എന്നിവയോട് അനുബന്ധിച്ച് കേന്ദ്രസമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ പൂക്കള മത്സരം, പുൽക്കൂട് മത്സരം എന്നിവയിൽ താൽപ്പര്യപൂർവ്വം യൂണിറ്റുകൾ മത്സരിക്കുകയുണ്ടായി. മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഇടവകയിൽ സംഘടിപ്പിച്ച ജപമാല റാലി വിജയകരമാക്കുന്നതിന് കേന്ദ്രസമിതി മുഖ്യ പങ്കുവഹിക്കുകയുണ്ടായി. ഈ വർഷം ജനുവരി 1 കുടുംബ കൂട്ടായ്മ ദിനമായി ആചരിക്കുകയും അന്നേ ദിവസം എല്ലാ കുടുംബസമ്മേളന ഭാരവാഹികളെ ആദരിക്കുകയും ചെയ്തു. കുടുംബ കൂട്ടായ്മ വർഷത്തോടനുബന്ധിച്ച് ലഭിച്ച ഏറ്റവും വലിയ
ലക്ഷ്യത്തെ മുൻനിർത്തി പ്രവർത്തിക്കുന്ന സംഘടനയാണിത്. ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ്റെ നേതൃത്വത്തിൽ ഈ സംഘടന ഇപ്പോൾ ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കുന്നു. വയോജന സംഘം ഇരിഞ്ഞാലക്കുട രൂപതയിൽ ആദ്യത്തേത് എന്ന് വിശേഷിപ്പിക്കാവുന്നതും മറ്റു ഇടവകകൾക്ക് അനുകരണീയ മാതൃക നൽകുന്നതുമാണ് ഇടവകയിലെ സെൻറ് ജോസഫ്സ് വയോജന സംഘം. അംഗങ്ങൾ ഒരുമിച്ചുകൂടി പ്രാർത്ഥന, ബൈബിൾ സന്ദേശം പങ്കുവയ്ക്കൽ, വൈദികരുടെ ആത്മീയ ഉപദേശങ്ങൾ, സ്നേഹവിരുന്ന് എന്നീ കാര്യപരിപാടികൾ ഉൾപ്പെടുത്തി സജീവമായി മുന്നോട്ടു പോകുന്നു. തീർത്ഥാടനങ്ങൾ, രോഗി സന്ദർശനങ്ങൾ, ക്രിസ്മസിനോടനുബന്ധിച്ച് ആ വർഷം മരണം നടന്ന ഭവനങ്ങളിൽ സാന്ത്വന സ്പർശവുമായി കേക്ക് വിതരണം നടത്തിവരുന്നു. സെൻറ് വിൻസെൻ്റ് പോൾ 1942 മാർച്ച് 29 ഈ സംഘടന സ്ഥാപിതമായത്. സാമൂഹിക സേവന രംഗത്ത് സ്തുത്യർഹമായ രീതിയിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണിത്. സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഭവനങ്ങളെയും വ്യക്തികളെയും സഹായിക്കുകയും നിർധനരായ വിദ്യാർത്ഥികൾക്ക് പഠന സഹായവും, പാവപ്പെട്ട പെൺകുട്ടികൾക്ക് വിവാഹ സഹായവും, രോഗികൾക്ക് ചികിത്സാ സഹായവും തുടങ്ങി വിവിധ സാമൂഹിക പ്രവർത്തനങ്ങളിലൂടെ ജനങ്ങൾക്ക് സഹായഹസ്തമാകുകയാണ് ഈ സംഘം. മതബോധനം ഗുരുദർശനം ക്രിസ്തീയ കൂട്ടായ്മയിലൂടെ എന്ന ആപ്തവാക്യം അനുസരിച്ച് 269 വിദ്യാർത്ഥികളും 24 അധ്യാപകരും അടങ്ങുന്ന മതബോധന യൂണിറ്റ് രൂപതയിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഒരു വർഷം കൂടി പിന്നിടുകയാണ്. രൂപതയിൽ നിന്നുള്ള പരീക്ഷകൾ, വചന ഡയറി, ലോഗോസ് ക്വിസ്, മതാധ്യാപക പരീക്ഷകൾ, സ്കോളർഷിപ്പ് പരീക്ഷകൾ എന്നിവ വളരെ സജീവമായി ഇടവകയിൽ നടത്തപ്പെടുന്നു. സമ്പൂർണ്ണ ഹാജരുള്ള വിദ്യാർത്ഥികൾക്ക് വിനോദയാത്രയും സംഘടിപ്പിക്കുകയുണ്ടായി. വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾക്ക് അർദ്ധദിന സെമിനാറും മത അധ്യാപകർക്ക് ഫൊറോനടിസ്ഥാനത്തിൽ സെമിനാർ നടത്തുകയും ഇടവകയുടെ പ്രവർത്തനങ്ങളിൽ ഓണം, ജപമാല, ക്രിസ്മസ് തുടങ്ങിയവയിൽ സജീവമായ സഹകരണം നൽകിപ്പോരുന്നു. ഈ വർഷം 10-12 രൂപതാ പരീക്ഷയിൽ 100% വിജയം കരസ്ഥമാക്കാനും 10-ൽ കുമാരി നമിത ജേക്കബ് 3ാം റാങ്ക് കരസ്ഥമാക്കി. ക്ലാസ് PTA മാതാപിതാക്കളെ കൂടി ഉൾപ്പെടുത്തി സോഷ്യൽ സെൻ്ററുകളുടെ സന്ദർശനം വളരെ കാര്യക്ഷമമായി നടത്തി. ഏപ്രിൽ 12, 13, 14 തീയതികളിൽ ഗ്രേസ് ഫെസ്റ്റ് നടത്തി. ഇടവകയുടെ ആധ്യാത്മികവും ഭൗതികവുമായ വളർച്ചയ്ക്ക് വികാരിയച്ഛനും കൊച്ചച്ഛനും കൈക്കാരന്മാരും കേന്ദ്രസമിതിയും മറ്റംഗങ്ങളും നൽകി വരുന്ന സഹായങ്ങളും സേവനങ്ങളും സ്തുത്യർഹവും പ്രശംസനീയവുമാണ്. കൂടുതൽ ഊർജ്ജസ്വലതയോടെയും ഐക്യത്തോടെയും മുന്നോട്ടു പോകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് ഉപസംഹരിക്കട്ടെ. ശ്രീ MC ഡേവിസ് അവതരിപ്പിച്ച ഭക്തസംഘടനയുടെയും കുടുംബസംഘടനയുടെയും സംയുക്ത റിപ്പോർട്ട് സദസ്സിലും വേദിയിലും ഇരിക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും, പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ്റെയും അനുവാദത്തോടെ പാസ്സാക്കിയതായി പ്രഖ്യാപിക്കുന്നു. താങ്ക് യു MC ഡേവിസ്. ബഹുമാനപ്പെട്ട പോളി പടയാട്ടിയച്ഛന് അല്പം തിരക്കുള്ളതുകൊണ്ട് പരിപാടിയിൽ ഒരു ചെറിയ മാറ്റം വരുത്തുകയാണ്. അതുകൊണ്ട് ആദ്യം അധ്യക്ഷ പ്രസംഗം നടത്തുകയാണ്. അച്ഛനെ കുറിച്ച് പറയുകയാണെങ്കിൽ രൂപത ഫാമിലി അപ്പോസ്റ്റലേറ്റിൻ്റെ ഡയറക്ടറാണ്. അതിനേക്കാൾ ഉപരി ചുരുക്കം ഡോക്ടറേറ്റുള്ള വൈദികരിൽ ഒരാളാണ് ബഹുമാനപ്പെട്ട പോളി പടയാട്ടി അച്ഛൻ. നമുക്കിന്ന് അച്ഛനെ ഈ പരിപാടിയുടെ അധ്യക്ഷനായി കിട്ടിയത് വളരെയധികം ശ്ലാഘനീയമാണ്. അച്ഛനത് ഏറ്റെടുത്തുകൂടെ വന്നിരിക്കുകയാണ്. അധ്യക്ഷ പ്രസംഗം നടത്തുന്നതിന് വേണ്ടി പോളി അച്ഛനെ പ്രത്യേകം ക്ഷണിക്കുകയാണ്. പെരിയ ബഹുമാനപ്പെട്ട വികാരിയച്ഛ, കൊച്ചച്ഛ,
നിക്സൺ ചാക്കുരിയച്ച, ബഹുമാനപ്പെട്ട സിസ്റ്റർ ശാന്തി, കൈക്കാരൻ സി എം കെ ഡേവിഡ്, PTA പ്രസിഡന്റ് സി എ പി വിൽസൺ, ശ്രീമതി ബിന്ദു വിൻസെന്റ്, കേന്ദ്ര സമിതി രൂപത വൈസ് പ്രസിഡന്റ്, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, ദീർഘമായൊരു പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല. ഇടവക ഇടയൻ്റെ വകയാണ്. ജോണിയച്ചൻ്റെ അല്ല, കൊച്ചച്ചൻ്റെ അല്ല, ഇവിടെയുള്ള കൈകാരന്മാരുടെ അല്ല, ഇടയൻ്റെയാണ്. ആരാണ് ഇടയൻ? നമുക്കൊരു ഇടയനേ ഉള്ളൂ, യേശു. അവനാണ് ഇടയൻ, അവനാണ് ഏക ഇടയൻ, അവനാണ് നല്ല ഇടയൻ. ആ നല്ല ഇടയൻ്റെ, ആ ഏക ഇടയൻ്റെ, ആ ഇടയൻ്റെ മക്കളാണ് നമ്മളെല്ലാവരും. 15 യൂണിറ്റുകളിലായി നമ്മൾ ഈ ഇടയനോട് ചേർന്ന് നിൽക്കുന്നു. ആ ഇടയനോട് ചേർന്ന് നിൽക്കുന്നതിലുള്ള സന്തോഷം, ആ ഇടയനോട് ചേർന്ന് നിൽക്കുന്നതിലുള്ള അഭിമാനം, ആ ഇടയനോട് ചേർന്ന് നിൽക്കുന്നതിൽ അനുഭവിക്കുന്ന ആത്മീയമായ ആനന്ദം, അതിൻ്റെ പ്രഘോഷണമാണ് ഇടവക ദിനാഘോഷം. ഏക ഇടയനായ നല്ല ഇടയനായ യേശുവിനോടൊത്ത് ജീവിക്കുന്നതിൽ സന്തോഷവും അഭിമാനവും ആനന്ദവും ഉണ്ടെന്ന് ഈ നാട്ടുകാര് പ്രഘോഷിക്കുന്ന ദിവസമാണ് ഇടവക ദിനാഘോഷം. അങ്ങനെ സന്തോഷത്തിലാണോ നമ്മൾ? ആ ഇടയന്റെ മക്കളാണോ നമ്മൾ? ആ ഇടയൻ നമ്മെ ഭിന്നിപ്പിക്കുകയല്ല, ഒന്നിപ്പിക്കുകയാണ്. സാത്താനാണ് ഭിന്നിപ്പിക്കുക. ഇടയനായ യേശുവിനോട് വിശ്വാസികൾ ചേർന്ന് നിൽക്കുന്നതാണല്ലോ സാത്താൻ ഏറ്റവും പ്രയാസമുള്ള കാര്യം. അതുകൊണ്ട് സാത്താൻ എന്ത് ചെയ്യും? ഇടയ്ക്കിടയ്ക്ക് ഭിന്നിപ്പിക്കും, ഭിന്നതയുടെ വിത്ത് വിതയ്ക്കും. അപ്പോഴാണ് ഇങ്ങനെയൊക്കെ ചിലർ സംസാരിക്കാൻ തുടങ്ങുക. ഞാനിപ്പോൾ വർഷങ്ങളായിട്ട് ഇടവയോട് ചേർന്ന് നിന്നിട്ട് എനിക്ക് എന്ത് കിട്ടി? സാത്താൻ തോന്നിപ്പിക്കണതാ. ഇവൻ ഇടയനോട് ചേർന്ന് നിൽക്കാൻ പാടില്ല, ഇവൻ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കാൻ പാടില്ല. അതുകൊണ്ട് സംശയത്തിന്റെ ഭിന്നിപ്പിന്റെ വിത്ത് ഇങ്ങനെ വിതറും അവൻ. ഞാൻ എത്ര വർഷമായി പള്ളിയോട് ചേർന്ന് നിൽക്കണു, അപ്പോഴാണ് ഈ അച്ഛൻ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞേ, നിനക്ക് എന്ത് കിട്ടിയിട്ടാ? ഭിന്നിപ്പ് തുടങ്ങി. ഞാൻ കുടുംബസമ്മേളനത്തിൽ കുറെ വർഷമായിട്ട് സെക്രട്ടറി ആയതായി, എന്നിട്ട് ഇപ്പോഴോ ഈ അച്ഛൻ വന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞില്ലേ, ആ അച്ഛൻ വന്നപ്പോൾ അങ്ങനെ പറഞ്ഞില്ലേ? ഇത് സാത്താനാണ്. ക്രിസ്തുവിനോട് ചേർന്ന് അവന്റെ ആത്മശരീരങ്ങൾ ഭക്ഷിച്ചും പാനം ചെയ്തും രക്ഷയിലേക്ക്, പച്ച പിടിച്ച പുൽത്തകിടിയിലേക്ക്, പ്രശാന്തത നിറഞ്ഞ ജലാശയത്തിലേക്ക് വിശ്വാസികൾ നടന്നു നീങ്ങുന്നത് ഇഷ്ടമില്ലാത്ത സാത്താൻ ഭിന്നിപ്പിന്റെ സ്വരവുമായിട്ട് വരും. അത് തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ. നമുക്ക് ഒന്നിക്കാം. ഈശോ ഒന്നിപ്പിക്കുന്നു, സാത്താൻ ഭിന്നിപ്പിക്കും. അത് തിരിച്ചറിയണം ഇടവക സമൂഹം മുഴുവനും. എന്തിനാണ് ഇങ്ങനെ ഇടവക ഒരു സമൂഹമായി നിൽക്കുന്നത്? വിശ്വസിക്കുന്ന സമൂഹമായി നിൽക്കാൻ. എൻ്റെ തമ്പുരാനില്, എനിക്ക് ആ ക്ഷേമ പദ്ധതി ഒരുക്കിയിട്ടുള്ള തമ്പുരാനിലാണ് എൻ്റെ വിശ്വാസവും സർവസ്വവും എന്ന ഉച്ചൈസ്തരം അനുദിനം പ്രഘോഷിക്കാനാണ് നമ്മൾ നിൽക്കുന്നത്. വിശ്വസിക്കുന്ന സമൂഹമാകുക. 2, പ്രാർത്ഥിക്കുന്ന സമൂഹമായി മാറണം. അവരനു വേണ്ടി കൂടി, അവരൻ്റെ വേദനയും കണ്ണീരും കഷ്ടപ്പാടും എൻ്റെ പ്രാർത്ഥനയുടെ പരിഗണനയുടെ വിഷയമാകണം. എൻ്റെ സഹോദരന്റെ കവിളിലൂടെ ഒഴുകുന്ന കണ്ണീരത്രയും വന്നു വധിക്കുന്നത് എൻ്റെ നെഞ്ചിലാണല്ലോ എന്നൊരു പിടച്ചിൽ നമുക്കുണ്ടാകണം പ്രിയപ്പെട്ടവരെ. അവന് വേണ്ടി കൂടി പ്രാർത്ഥിക്കുക. നിന്റെ അയൽവാസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പരസ്പരം പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹമായിട്ട് നിൽക്കണം. സ്നേഹിക്കുന്ന സമൂഹമായിട്ട് നിൽക്കണം. ആഴമായ സ്നേഹം ഇപ്പോഴത്തെ തലമുറയ്ക്ക് സ്നേഹിക്കാറിയില്ല. ഇപ്പോഴത്തെ തലമുറയ്ക്ക് സ്നേഹിക്കാറിയില്ല. ഒരേ ഇടവകയിൽ നിന്ന് മനസ്സമ്മതം കഴിഞ്ഞിട്ട് ഒരുമിച്ച് പോയി ഡ്രസ്സ് എടുത്ത്, ഒരുമിച്ച് പോയി സ്വർണ്ണം എടുത്ത്, ഒരുമിച്ച് പ്രീക്കാനയ്ക്ക് വന്നിരിക്കണു. 21, 22, 21 ഡിസംബർ 21, 22, 21 പ്രീക്കാന. 24 തീയതി കഴിഞ്ഞ് 25 തീയതി ക്രിസ്മസ്. 26 തീയതി രാവിലെ 10 മണിക്ക് കെട്ട്. ഒരുമിച്ച് പ്രീക്കാന കൂടി, ഒരുമിച്ച് ഡ്രസ്സ് എടുത്തു, ഒരുമിച്ച് സ്വർണ്ണം എടുത്തു. ഒരേ ഇടവക മനസ്സമ്മതം കഴിഞ്ഞു. കുർബാനയ്ക്ക് പോണേക്ക് മുൻപ് പെങ്കച്ച് വിളിച്ചു, ചേട്ടനെ, ചേട്ടൻ ചുട്ടെടുക്കണേ, ക്രിസ്മസ് ആയിട്ട് എന്തൊട്ടുണ്ടാക്കിയേക്കണേ, കട്ട്ലറ്റ്, കോഴി, പോർക്ക്, ഞങ്ങളുടെ ഇതേ. അവിടെ എപ്പോഴാ കുർബാന? 11 മണിക്ക്. ഞങ്ങളുടെ ഇതേ. കുർബാന കഴിഞ്ഞിട്ട് കേക്കട്ട കാണാട്ട ഫോണിൽ കൂടെ. 26 തീയതി രാവിലെ 10 മണിക്ക് ചെക്കന് കെട്ട് നടത്താനുള്ളതാ.
26 രാവിലെ 7 മണിയായപ്പോൾ ചെക്കൻ്റെ വീട്ടിലേക്ക് ആളി എന്നേക്കണ് പെണ്ണിനെ കാണാനില്ല എന്ന്. അത് വേറൊരുത്തൻ്റെ കൂടെ പോയി. അപ്പൊ ഈ 11 മണി വരെ ഇങ്ങനെ കാണിച്ചതാ. സ്നേഹിക്കാൻ അറിയില്ല ഒരെണ്ണത്തിന്, സ്നേഹിക്കാൻ ഒരെണ്ണത്തിന് അറിയില്ല. ഒരു ലിജീനെ സ്നേഹിച്ചേ. എന്നിട്ട് പറഞ്ഞ്, എടി എനിക്ക് ജോലി കിട്ടി, ശമ്പളം കിട്ടി, കാറ് മേടിച്ച് വീട് വെച്ചിട്ട് നിന്നെ കിട്ടുള്ളൂ. മതി ചേട്ടാ, എത്ര കാലം വേണമെങ്കിൽ കാത്തിരിക്കാം, എത്ര കാലം വേണമെങ്കിൽ കാത്തിരിക്കാം. 6 മാസം കഴിഞ്ഞ് ചെക്കന് വിസ കിട്ടി, ചെക്കൻ ജോലിക്ക് പോയി ഗൾഫിലേക്ക്. പോയിപ്പോൾ ചോദിച്ചു, ലിജി നിന്റെ ഫോട്ടോ ഒന്ന് തരുമോ, എനിക്ക് കാണാനാ. ഫോട്ടോയും കൊടുത്ത വിട്ടെ. 3 മാസം കഴിഞ്ഞപ്പോൾ പെങ്കൊച്ചിൻ്റെ എഴുത്ത്, ചേട്ടൻ എന്നോട് ക്ഷമിക്കട്ടെ, എൻ്റെ കല്യാണം നിശ്ചയിച്ചു, നമുക്ക് നല്ല സുഹൃത്തുക്കളായി തുടരാം, ആ ഫോട്ടോ കൂടെ അയച്ചെന്നേക്കാൻ. അപ്പോൾ അവൻ്റെ വക, എടി ലിജി ഇതിനകത്ത് 15 ഫോട്ടോ ഉണ്ട്, അതിൽ നിന്റെ ഫോട്ടോ ഏതാണെന്ന് എനിക്കറിയില്ല, അതെടുത്തിട്ട് ബാക്കി 14 തിരിച്ചെന്നേക്കാൻ. ഭയങ്കര സ്നേഹമല്ലേ ഇപ്പോഴത്തെ സ്നേഹം. അതാ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ അപ്പനും അമ്മയെ സ്നേഹിക്കുന്നത്. കൂലിവേലക്കാരെന്ന് എൻ്റെ അപ്പൻ രാവിലെ പണിക്കിറങ്ങുമ്പോൾ മുറ്റത്തിറങ്ങിയിട്ട് ഇങ്ങനെ ഒരു നോട്ടം നോക്കും. പിറകിൽ വാതിൽക്ക് കർട്ടൻ്റെ പിറകിൽ അമ്മ നിൽക്കണ്ടാവും. യാത്ര പറഞ്ഞു എപ്പോഴാ വരാമെന്ന് പോലും അവർക്കറിയാം. അത് കഴിഞ്ഞ് പണി കയറി വരുമ്പോൾ എൻ്റെ വിചാരം എൻ്റെ അപ്പന് ടി ബി എന്നാ. പറമ്പിൽ കയറുമ്പോൾ തുടങ്ങും, ഞാൻ വിചാരിച്ചു കാർന്നൂർക്ക് ടി ബിയാ. പിന്നെ മനസ്സിലായി സിഗ്നൽ കൊടുക്കണതാ അമ്മയ്ക്ക്. അമ്മ വന്ന് നിൽക്കണം. അങ്ങനെ വന്ന് നിൽക്കുമ്പോൾ എൻ്റെ അപ്പ എൻ്റെ അമ്മയ്ക്കൊരു സമ്മാനം കൊടുക്കും. എന്തുണ്ടെന്നറിയാവോ? ഒരു കുട്ടാടമ്പാടത്തെ ചെളി മുഴുവനുള്ളൊരു തോർത്ത്, ഒരു പകലിൻ്റെ വിയർപ്പ് മുഴുവനുമുള്ള തോർത്ത്. അതെൻ്റെ അമ്മ വാങ്ങണത് കപ്പ്യാര് ആശീർവാദം കഴിഞ്ഞിട്ട് വേദപുസ്ത അച്ഛൻ്റെ നിന്ന് മേടിക്കണ പോലെ എൻ്റെ അമ്മ അത് കൊണ്ടുപോയിക്കണം. ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ പെൺപിള്ളേർ ഡയറ്റി ഹസ്ബൻഡ്, ഡയറ്റി ഹസ്ബൻഡ്. അങ്ങനെ സ്നേഹിച്ചു. മരിച്ചു കഴിഞ്ഞപ്പോൾ അമ്മ പറയാം, എൻ്റെ പൊന്നു മക്കളെ 46 കൊല്ലം ഒരുമിച്ച് ജീവിച്ചടാ, ഒരു രാത്രി പോലും പിരിഞ്ഞിട്ടില്ല. 50ാമത്തെ കൊല്ലം ആഘോഷിക്കാൻ കാത്തിരുന്നത് അമ്മയുടെ അപ്പൻ. മോൻ്റെ കൂട്ടുകാരും അച്ഛന്മാരൊക്കെ വിളിച്ച് കെങ്കേമമായിട്ട് ജൂബിലി ആഘോഷിക്കാൻ കാത്തിരുന്നത് അമ്മയുടെ അപ്പൻ. 46ാമത്തെ കൊല്ലം അതങ്ങോട്ട് പോയി എന്നും പറഞ്ഞ് വിരുമ്പരടിക്കുന്ന ഈ അമ്മയുടെ സ്നേഹം കാണുമ്പോഴാണ് അപ്പൻ മരിച്ചത്. എത്ര അനുഗ്രഹീതമായിരുന്നു ഞാൻ ഓർക്കണേ. അപ്പൻ്റെ 70ാം ജന്മദിനത്തിന് രാവിലെ അമ്മേനെ വിളിച്ചു, നീ ഞങ്ങളുടെ എഴുന്നേറ്റടി. എഴുന്നേറ്റു. 3:45 അമ്മയോട് പറഞ്ഞു, എടി എനിക്ക് നിൻ്റെ മടിയിലൊന്ന് കിടക്കണം. ഇങ്ങനെയുണ്ട് ഒരു മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞ് അമ്മ എഴുന്നേറ്റ് മടിയിൽ കിടത്താനായിട്ട് സമ്മതിക്ക് കൊടുത്തു. വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞു, നീ നെഞ്ചൊന്ന് തടകേടിയേ. നെഞ്ച് തടയിപ്പോൾ ചോദിച്ചു, ഡോക്ടറെ വിളിക്കണം, മക്കളെ വിളിക്കണം. വേണ്ടടി, ഒരു കുഴപ്പമില്ലടി. നന്ദി പറഞ്ഞു. അപ്പം ചോദിച്ചു, എൻ്റെ മനുഷ്യനെ നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കണേ? ഒന്നുമില്ലടി. വർത്താനം പറഞ്ഞ് അമ്മയും വർത്താനം പറഞ്ഞു, അപ്പനും വർത്താനം പറഞ്ഞു. കുറെ കഴിഞ്ഞപ്പോൾ അമ്മ വിചാരിച്ചു അപ്പം ഉറങ്ങിയിരുന്നു. എൻ്റെ അപ്പൻ അവസാനത്തെ ഉറക്കായിരുന്നു അത്. മരിച്ചു. നേരം എടുത്തിട്ട് അമ്മ അറിയണേ. ആഴമായി സ്നേഹിക്കുന്ന പഴയ തലമുറയിൽ നിന്ന് ഈ കോപ്രായം കാണിക്കുന്ന, ജാട കാണിക്കുന്ന, മൊബൈൽ പ്രണയത്തിലേക്ക് പോയിരിക്കുന്ന ഈ തലമുറയെ ആഴത്തിൽ സ്നേഹിക്കുന്ന, സ്നേഹമെന്തെന്ന് പഠിപ്പിക്കുന്ന സമൂഹമായി, കുടുംബങ്ങളായി നമ്മൾ നിലനിൽക്കണം. ഒരു പെങ്കൊച്ച ഹോട്ടലിൽ കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുന്ന നേരത്തെ ഒരു ചെറുക്കൻ അവിടെ നിന്നിട്ട് വെയിറ്ററിനോട് വിളിച്ചു പറയാ, അല്ലേ ഈ ചായയിൽ ചുരുപ്പിട്ട് തരും. മധുരം ഇല്ലാത്തതുകൊണ്ട് വഴക്കുണ്ടാക്കിയതവൻ. അപ്പൊ വെയിറ്റർ, ഉപ്പ് വേണമെന്നോ? പത്തരാലോ എന്നും പറഞ്ഞ് ഉപ്പ് കൊണ്ടുവന്നു. ഉപ്പല്ലേ ചോദിച്ചേ? അതെ. ചായയിൽ ഉപ്പിട്ടു. എല്ലാവരും നോക്കി. ഇവൻ കുടിച്ചു. ഒരു പെങ്കൊച്ചിന് അത്ഭുതം തോന്നി, ഇതെങ്ങനെ ചായ ഉപ്പിട്ട് കുടിക്കണേ? എഴുന്നേറ്റ് പോകുന്ന ചോദിച്ചു, ചേട്ടാ ഇതെങ്ങനെ ഉപ്പിട്ട് ചായ കുടിക്കുക? എനിക്കതൊക്കെ പറ്റും. പെങ്കൊച്ചിൻ്റെ മുൻപിൽ ഷൈൻ ചെയ്യാൻ കിട്ടിയ അവസരമല്ലേ. അവൻ പറഞ്ഞു, എനിക്ക് പറ്റും. കടലോരത്താ എൻ്റെ വീട്, മാതാപിതാക്കൾ മുക്കുവന്മാരാ, കഴിക്കുന്ന ഭക്ഷണത്തിലൊക്കെ ഇച്ചിരി ഉപ്പുണ്ടാവാറുണ്ട്. ഉപ്പിട്ട ചായ എന്ന് എനിക്കൊരു പ്രശ്നമില്ല. ഓ ചേട്ടാ സന്തോഷം. കുറച്ച് നാൾ കഴിഞ്ഞ് ഈ പെങ്കൊച്ചിൻ്റെ ആങ്ങള ഓൺലൈനിൽ പെങ്ങൾക്കൊരു കല്യാണാലോചന, ബയോഡേറ്റ കിട്ടി, ഫോട്ടോ കിട്ടി, പ്രിന്റ് ചെയ്തെടുത്തു, പെണ്ണിൻ്റെ കാണിച്ചു കൊടുത്തേടി ഈ ബയോഡേറ്റ വായിച്ചു നോക്കിയേ. തിരക്കേടില്ല. ഫോട്ടോ നോക്കിയേ, അന്വേഷിക്കട്ടെ. ബയോഡേറ്റ വായിച്ചു, ഒരു കുഴപ്പമില്ല. ചെക്കൻ്റെ ഫോട്ടോ കണ്ട് പരിചയം. മറിച്ചും തിരിച്ചും നോക്കി. ഉപ്പിട്ട് ചായ കുടിക്കുന്ന പാർട്ടിയാ. വരാൻ പറഞ്ഞു. പെണ്ണ് കാണാൻ വന്നപ്പോഴും കൊടുത്തു ഉപ്പിട്ട ചായ. കല്യാണം നിശ്ചയിച്ചു. 30 കൊല്ലം ജീവിച്ചു. 30 കൊല്ലം ഉപ്പിട്ട ചായ. 30 കൊല്ലം ഉപ്പിട്ട ചായ.
മരിച്ച് മൃതസംസ്കാരം കഴിഞ്ഞ ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞ് ഭർത്താവിൻ്റെ സാധന സാമഗ്രികൾ പരിശോധിച്ചപ്പോൾ ഒരു എഴുത്ത്, പ്രിയപ്പെട്ട റോസ്, ഭാര്യയുടെ പേരാ. പ്രിയപ്പെട്ട റോസ്, നിന്നോട് ഞാൻ ഒരിക്കലൊരു നുണ പറഞ്ഞു, ഹോട്ടലിൽ വെച്ച് ഉപ്പിട്ട ചായ കുടിക്കുമെന്ന്. എടി ആർക്കാടി ഒരു നേരം പോലും ഉപ്പിട്ട ചായ കുടിക്കാൻ പറ്റുക? കഴിഞ്ഞ 30 വർഷം ഉപ്പിട്ട ചായ കുടിച്ചത് നിന്നെ ഓർത്ത, നിന്റെ സ്നേഹത്തെ ഓർത്ത. പ്രിയപ്പെട്ട റോസ്, നിന്നെ ഓർത്തു മാത്രം ഞാൻ ഉപ്പിട്ട ചായ കുടിച്ചു. ഇങ്ങനെയുള്ള ചേട്ടന്മാരും ഉണ്ട്. ആഴമായി സ്നേഹിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, വിശ്വസിക്കുന്ന, പങ്കുവയ്ക്കുന്ന, സാക്ഷ്യം വഹിക്കുന്ന സമൂഹമായി എടത്തിരുത്തി ഫൊറോനപ്പള്ളി രൂപതയ്ക്ക് മാതൃകയായി നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നാം ഒന്നാണ്. നമുക്കൊരിടയനേ ഉള്ളൂ, ഏക ഇടയൻ, നല്ല ഇടയൻ, അവന്റെ മക്കളെന്നതിൽ അഭിമാനം. ഒന്നിച്ചു നിൽക്കാൻ നമുക്ക്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വളരെ സരസമായി ഒരുപാട് ചിന്തകൾ നമുക്ക് സമ്മാനിച്ച ബഹുമാനപ്പെട്ട പോളി പടയാട്ടിയച്ചന്